നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ അഭിമന്യു പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടന്നു. ആ സമയത്ത് പാണ്ഡവരെല്ലാരും അതിനോടൊപ്പം തന്നെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കൗരവരുടൻ തന്നെ ആ ഭാഗം അടച്ചു കളഞ്ഞു. അത് മാത്രമല്ല, അവിടെ ജയദ്രഥൻ പാണ്ഡവരെ തടഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ജയദ്രഥൻ പാഞ്ചാലിയെ പിടിക്കാൻ ശ്രമിച്ച സമയത്ത് അവനെ പിടിച്ചു കെട്ടി പറഞ്ഞു വിട്ടു പാണ്ഡവര്. ആ ഒരു അഭിമാനക്ഷതം കൊണ്ട് പോയി പരമശിവനെ തപസ് ചെയ്തു പാണ്ഡവരെ ജയിക്കണമെന്നുള്ള വരം ആവശ്യപ്പെട്ടു. അപ്പോൾ പരമശിവൻ, ഒരു ദിവസം നീ അർജുനനൊഴികെ മറ്റു പാണ്ഡവരെ ജയിക്കും എന്നൊരു വരം കൊടുത്തിരുന്നു. അപ്പൊ ആ വരത്തിന്റെ ബലത്തിൽ പാണ്ഡവരെ, ബാക്കിയുള്ളവരെ ആരെയും അഭിമന്യു പോയ വഴിക്ക് അകത്തോട്ട് കയറ്റിവിടാതെ തടഞ്ഞു നിർത്തി ജയദ്രഥൻ. തങ്ങളുടെ പ്രേരണ കൊണ്ടാണ് അഭിമന്യു വ്യൂഹം ഭേദിച്ച് അകത്തു കടന്നിരിക്കുന്നത്. അവിടെ ദ്രോണർ, കൃപർ, ദുര്യോധനൻ, ശകുനി, ശല്യർ, ദുശാസനൻ, കർണൻ, അശ്വത്ഥാമാവ്, കൃതവർമാവ്, ഹർദിക്യൻ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത മഹാരഥന്മാരെല്ലാം അവനെ എതിരിടാനുണ്ട്. അവൻ ഏകനാണ്, തുണയ്ക്കാരുമില്ല. അവൻ എന്ത് സംഭവിക്കും? ഇപ്രകാരം ചിന്തിച്ച യുധിഷ്ഠിരൻ പിന്നെയും വ്യൂഹം ഭേദിച്ച് അകത്തു കടക്കാൻ അഭിമന്യുവിന്റെ തുണയ്ക്കെത്താൻ അനവരതം പ്രയത്നിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജയദ്രഥൻ അവരെ എല്ലാം ആട്ടിപ്പായിച്ച് വെന്നിക്കൊടി പാറിച്ചു. പത്മവ്യൂഹത്തിൽ പ്രവേശിച്ച അഭിമന്യു ഒരു സിംഹക്കുട്ടി ആനക്കൂട്ടത്തെ എങ്ങനെ ആക്രമിക്കുന്നുവോ അതുപോലെ ആക്രമണം ആരംഭിച്ചു. അഗ്നിയിൽ വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ കൗരവ സൈന്യം മരിച്ചു വീണു. അവരുടെ ജഡങ്ങൾ ബലിപീഠത്തിൽ വിരിക്കുന്ന ദർഭപ്പുല്ലുകൾ പോലെ അവിടെ എല്ലാം ചിതറി വീണു. ഒടിഞ്ഞ കുന്തങ്ങളും മുറിഞ്ഞ വാളുകളും പൊട്ടിയ പരിചകളും മകുടം പോയ ഗദകളും അവിടെ മുഴുവനും പരന്നു കിടന്നു. അടർന്നു വീഴുന്ന മഴു, ശബ്ദം നിലച്ച ശംഖുകൾ, തകിടം മറിഞ്ഞ തേരുകൾ, ചത്ത കുതിരകൾ, മല പോലെ മരിച്ചു കിടക്കുന്ന മത്തേഭങ്ങൾ, അതെല്ലാം കൊണ്ട് രണഭൂമി നിറഞ്ഞു. ഇത്രയുമൊക്കെ ആയിട്ട് അഭിമന്യുവിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നതിന് ആർക്കും കഴിഞ്ഞില്ല. അഭിമന്യുവിന്റെ അഭ്യാസ പാടവത്തെ മനസ്സാ അഭിനന്ദിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് രസിക്കുന്നത് പോലെ വെറുതെ നിൽക്കുകയാണ് ദ്രോണർ. ദുര്യോധനൻ ആകെ പരിഭ്രമമായി. അവൻ ഉടൻ തന്നെ അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. കർണൻ, ശല്യർ, അശ്വത്ഥാമാവ് തുടങ്ങിയ അനേകം വീരന്മാർ ദുര്യോധനന്റെ സഹായത്തിനെത്തി. എന്നാൽ അഭിമന്യു നിർഭയനായി പോരാടി. ആർക്കും അവന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ആരെങ്കിലും അടുത്തെത്തിയാൽ, ശത്രുക്കളെ അടുത്തെത്തുമ്പോൾ വാള്, കുന്തം മുതലായ ആയുധങ്ങൾ പ്രയോഗിക്കും. അകന്നു നിൽക്കുന്നവരെ ശരങ്ങൾ കൊണ്ട് തീർക്കും. കർണൻ, കൃപർ തുടങ്ങിയവർക്ക് സൗഭദ്രന്റെ ശരങ്ങളേറ്റു. ശല്യർ ഒരിക്കൽ അഭിമന്യുവിന്റെ ബാണമേറ്റ് മോഹാലസ്യപ്പെട്ട് തേരിലിരുന്നു പോയി. ഇത് കണ്ടപ്പോൾ ശല്യരുടെ അനുജൻ ക്രോധാവേശത്തോട് അഭിമന്യുവിനെ എതിരിട്ടു. എന്നാൽ നിമിഷങ്ങൾക്കകം അവന്റെ കൊടി, കുതിര, തേർ, സൂതൻ എന്നിവരെയെല്ലാം നശിപ്പിച്ച് ശല്യാനുജനെ കഷണം കഷണമാക്കി വെട്ടിമുറിച്ചു. സൈന്യങ്ങൾ ഇത് കണ്ട് പ്രാണഭയത്താൽ നിലവിളിച്ചുകൊണ്ട് നാലു ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി. ഇത് കണ്ട് ദ്രോണർ തന്നെ അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. ദ്രോണർ, കൃപർ, ശല്യർ, കർണൻ, ശകുനി, ദുര്യോധനൻ തുടങ്ങിയ മഹാരഥന്മാരെല്ലാവരും ഒറ്റയ്ക്കും കൂട്ടായും അഭിമന്യുവിനെ എതിർത്തു. എന്നാൽ അഭിമന്യു അപ്പോഴും നിർഭയനായി തന്റെ വീരപരാക്രമങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. മഹാരഥന്മാരെല്ലാം പിൻവാങ്ങുകയും ചെയ്തു. അഭിമന്യുവിന്റെ അനാദൃശ്യമായ ആയോധന പാടവം കണ്ട് അസ്ത്രശസ്ത്ര പരാംഗതനായ ദ്രോണർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഭിമന്യുവിന്റെ പരാക്രമം അഭികാമ്യവും ശ്ലാഘനീയവുമാണ്. ശ്ലാഘനീയം എന്ന് പറഞ്ഞാൽ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഈ കുട്ടി വിചാരിച്ചാൽ കൗരവപ്പട മുഴുവൻ നശിക്കും. ഇത് കേട്ട് ദുര്യോധന ആചാര്യനോട് വല്ലാത്ത നീരസം തോന്നി. അവൻ പരിഭവത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞു, അന്തകനെ പോലും ജയിക്കാൻ കഴിയുന്ന ആചാര്യൻ മനഃപൂർവ്വമാണ് അഭിമന്യുവിനെ കൊല്ലാതിരിക്കുന്നത്. ശിഷ്യനോടുള്ള സ്നേഹം ശിഷ്യാത്മജനോടും കാണിക്കുകയാണ്. എന്നാൽ ഞാൻ ഇവന്റെ കഥ കഴിക്കും എന്നാണ് ദുര്യോധനൻ പറഞ്ഞത്. ഇപ്രകാരം വീമ്പ് പറഞ്ഞതല്ലാതെ ദുര്യോധനന് കാര്യമായി ഒന്നും തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത്
താൻ അഭിമന്യുവിനെ കൊല്ലുമെന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് ദുശാസനൻ അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. ദുശാസനെ മുന്നിൽ കിട്ടിയപ്പോൾ അഭിമന്യു വലിയ ഉത്സാഹം കാണിച്ചു. ദുശാസനൻ പാണ്ഡവരോടും പാഞ്ചാലിയോടും കാണിച്ച അനീതികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി അഭിമന്യു അവനോട് ഏറ്റുമുട്ടി. അഭിമന്യുവിന്റെ കൂരമ്പുകളേറ്റ് ദുശാസനൻ പുളഞ്ഞുപോയി. അധികം താമസിക്കാതെ മൂർച്ഛിച്ച് തേരില് ഇരുന്നു പോയി. ഉടനെ സൂതൻ തേര് പിന്തിരിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ദുര്യോധന നിർദ്ദേശപ്രകാരം കർണനാട് പിന്നെ അഭിമന്യുവിനോട് ഏറ്റുമുട്ടിയത്. കർണന്റെ മർമ്മസ്ഥാനത്ത് തന്നെ അഭിമന്യുവിന്റെ അമ്പുകൾ കണ്ടു. കർണൻ അവശനായി തേരിലിരുന്നു. ഇത് കണ്ട കർണ സഹോദരൻ അഭിമന്യുവിന്റെ നേർക്കു പാഞ്ഞു. ഉടൻ തന്നെ അഭിമന്യു അവന്റെ കണ്ഠം ഛേദിച്ചു. പിന്നീട് കുറച്ചു നേരം ആരും അഭിമന്യുവിനോട് എതിർക്കാൻ പോയില്ല. എന്നാൽ അപ്പോഴും അഭിമന്യു മാരി ചൊരിയുന്നത് പോലെ അസ്ത്രങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. അത് കൊണ്ട് കൗരവപ്പട മരിച്ചു വീണുകൊണ്ടുവരുന്നു. ചെറു മത്സ്യങ്ങൾക്കിടയിൽ തിമിംഗലം എന്ന പോലെ അഭിമന്യു കുതിച്ചു കയറിക്കൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിലൊക്കെ പാണ്ഡവർ പത്മവ്യൂഹം പിളർന്ന് അകത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജയദ്രഥന്റെ വരബലം കൊണ്ട് അയാൾ അജയ്യനായി തന്നെ പരിലസിച്ചു. അഭിമന്യുവിന്റെ കൊടിയടയാളം കൊന്നയാണ്. ദൂരെ നിന്ന് തന്നെ കാണത്തക്കവണ്ണം അത് അപ്പോഴും പാറി പറന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് സൗഭദ്രൻ കൗരവരോട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പോരാടുകയാണെന്ന് പാണ്ഡവർ മനസ്സിലാക്കി. പത്മവ്യൂഹത്തിനകത്ത് അഭിമന്യു കാണിക്കുന്ന വീരപരാക്രമങ്ങൾ മനസ്സിലാക്കിയ പാണ്ഡവർ പുറത്തു നിന്ന് ആർത്തു വിളിച്ചും സ്തുതിവചനങ്ങൾ പറഞ്ഞും അഭിമന്യുവിനെ പ്രോത്സാഹിപ്പിച്ചു. അഭിമന്യുവിന്റെ വീരപരാക്രമങ്ങൾ കണ്ട ശല്യപുത്രനായ രുക്മരഥൻ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, ശൂരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനിതാ അഭിമന്യുവിനെ ജീവനോടെ പിടിക്കാൻ പോകുന്നു. എന്നിട്ട് രുക്മരഥൻ അഭിമന്യുവിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. 3 അമ്പുകൾ സൗഭദ്രന്റെ മാറത്ത് എയ്ത് സിംഹനാദം പൊഴിച്ചു. 3 അമ്പുകൾ വലം കൈയിലും 3 അമ്പുകൾ ഇടം കൈയിലും എയ്തു. അഭിമന്യു ലാഘവത്തോടെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. അവൻ അനായസേന രുക്മരഥന്റെ തല മുറിച്ചു വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ രുക്മരഥനെയും അഭിമന്യു കൊന്നു. കർണന്റെ സഹോദരനെ കൊന്നു. അതിനു മുമ്പ് തന്നെ ശല്യരുടെ സഹോദരനെ കൊന്നു. അങ്ങനെ വീരന്മാരിൽ വീരന്മാരായ കുറച്ചുപേരെ അഭിമന്യു കൊന്നു കഴിഞ്ഞിരുന്നു. ജീവനോടെ പിടിക്കാൻ പോയവന്റെ തല മണ്ണിൽ വീണ് കിടന്ന് ഉരുളുന്നത് കണ്ട് ശല്യാത്മജന്റെ തോഴന്മാർ വർദ്ധിച്ച വാശിയോട് അഭിമന്യുവിനെ ശരം കൊണ്ട് മൂടി. അഭിമന്യു അവരുടെ നേർക്ക് ഗന്ധർവാസ്ത്രം പ്രയോഗിച്ചു. അർജുനൻ തമ്പുരു പ്രമുഖരായ ഗന്ധർവന്മാരിൽ നിന്ന് തപസ്സിനാൽ സമ്പാദിച്ച അസ്ത്രമായിരുന്നു അത്. ആ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ നിരവധി അഭിമന്യുമാരാണ് ശത്രുക്കളോട് പോരാടിയത്. അവിടെ അഭിമന്യുവിനെ എതിർത്ത സൈനികർ മുഴുവൻ മരിച്ച് മണ്ണടിഞ്ഞു. ദുര്യോധനപുത്രനായ ലക്ഷ്മണനാണ് പിന്നീട് സൗഭദ്രനോട് ഏറ്റുമുട്ടിയത്. അവന് തുണയ്ക്കായി അച്ഛനും വന്നു. ലക്ഷ്മണൻ ആയോധനത്തിൽ വലിയ പരാക്രമിയായിരുന്നു. ലക്ഷ്മണന്റെ ഏതാനും ബാണങ്ങൾ അഭിമന്യുവിന്റെ ശരീരത്തിൽ കൊള്ളുകയും അവന് വേദനിക്കുകയും ചെയ്തു. ചവിട്ടേറ്റ സർപ്പത്തെ പോലെ അവൻ ക്രുദ്ധനായി. നിന്റെ ബന്ധുജനങ്ങൾ കാണുക, നിന്നെ പരലോകത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറയൂരി വരുന്ന പാമ്പിന്റെ തിളക്കം പോലെ തിളങ്ങുന്ന ഒരു അമ്പ് ലക്ഷ്മണന്റെ തല ലാക്കാക്കി എയ്തു. അത് അവന്റെ കണ്ഠത്തിൽ തന്നെ കൊണ്ടു. അഴകാർന്ന പുരികക്കൊടികളോട് കൂടിയ സുഭകനായ ലക്ഷ്മണൻ പരലോകം പോയി. പ്രിയപുത്രന്റെ മരണം ദുര്യോധനനെ ഞെട്ടിച്ചു. അവൻ നിലവിട്ട് ആക്രോശിച്ചു. എല്ലാവരും വെറുതെ നോക്കി നിൽക്കുന്നോ, പിടിക്കവനെ, കൊല്ലവനെ എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. ദ്രോണർ, കൃപർ, കർണർ, അശ്വത്ഥാമാവ്, കൃതവർമ്മൻ, ബൃഹദ്ബലൻ എന്നീ മഹാരഥന്മാർ അർജുനാത്മജനെ നേരിട്ടു. അപ്പോൾ ദ്രോണർ പറഞ്ഞു, ഇവന്റെ പടച്ചട്ട പൊളിക്കാൻ സാധ്യമല്ല, അവന്റെ കുതിരയുടെ കടിഞ്ഞാൺ മുറിക്കണം, അതിനുശേഷം പിന്നിൽ നിന്ന് ആക്രമിക്കണം. ദ്രോണന്റെ നിർദ്ദേശപ്രകാരം കർണൻ സൗഭദ്രന്റെ കുതിരകളുടെ കടിഞ്ഞാൺ മുറിച്ചു. പിന്നിൽ നിന്നും വീണ്ടും അസ്ത്രപ്രയോഗത്താൽ വില്ലും മുറിച്ചു. കുതിരകളെയും സുമിത്രനെയും കൊന്നു. ഉടൻ തന്നെ അഭിമന്യു വാളും പരിചയവും എടുത്ത് രഥത്തിൽ നിന്ന് ചാടി അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് വാൾ വീശി അനേകം പേരെ കാലപുരിക്ക് അയച്ചു. ഇത്തരണത്തിൽ കണക്കുകൂട്ടി അയച്ച അമ്പുകൊണ്ട് അഭിമന്യുവിന്റെ വാൾ 2 തുണ്ടാക്കി കർണൻ.
അപ്പൊ ദ്രോണാചാര്യർ എങ്ങനെയാണ് അഭിമന്യുവിനെ വധിക്കാൻ പറ്റുന്നതെന്നുള്ള വിവരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് അഭിമന്യുവിന്റെ പടച്ചട്ട മുറിക്കാൻ കഴിയില്ല, അഭിമന്യുവിന്റെ പിറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുതിരകളുടെ കടിഞ്ഞാൺ മുറിച്ച് ആദ്യം കളയണം, പിന്നെ തേര് പൊളിക്കണം, പിന്നെ സൂതനെ പൊളിക്കണം, അതിനുശേഷം അഭിമന്യുവിനെ എതിരിടാം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ കർണൻ ദ്രോണാചാര്യർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അഭിമന്യുവിന്റെ കുതിരകൾ പോയി, തേര് പോയി, സൂതൻ പോയി. അപ്പൊ അഭിമന്യു രഥത്തിൽ നിന്ന് എടുത്ത് ചാടി. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാളും പരിചയവുമായി അനേകം കൗരവ സൈന്യങ്ങളെ കൊന്നൊടുക്കി. എന്നിട്ട് ആ സമയത്ത് തന്നെ കർണൻ കണക്ക് കൂട്ടി നിന്ന് അയച്ച ഒരു അമ്പുകൊണ്ട് അഭിമന്യുവിന്റെ വാള് രണ്ടായി മുറിച്ചു. ആ കർണന്റെ അമ്പുകൊണ്ട് പരിചയം 2 കഷ്ണമായി. ഉടനെ തന്നെ തന്റെ രഥത്തിന്റെ ചക്രം എടുത്ത് അഭിമന്യു പോരാട്ടം തുടർന്നു. ചക്രായുധനായ മഹാവിഷ്ണുവിനെ പോലെ അവൻ 4 പാടും ആ ചക്രം ഓങ്ങി എതിരാളികളെ കൊന്നു വീഴ്ത്തി. ദീർഘനേരം പൊരുതിയത് നിമിത്തം അവൻ ക്ഷീണിതനായി. പ്രധാനപ്പെട്ട ആയുധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ അഭിമന്യുവിന്റെ കയ്യിലുണ്ടായിരുന്ന ചക്രവും അവർ ഛിന്ന ഭിന്നമാക്കി. അഭിമന്യു ഒരു ഗത കരസ്ഥമാക്കി. മഹാബാഹുവായ അവൻ അശ്വത്ഥാമാവിനോട് എതിർത്തു. അവന്റെ പ്രഭ കണ്ട് അശ്വത്ഥാമാവ് തേരിൽ നിന്ന് താഴേക്ക് ചാടിക്കളഞ്ഞു. അശ്വത്ഥാമാവിന്റെ കുതിരകളെ അഭിമന്യു കൊന്നു. അശ്വത്ഥാമാവിന്റെ ശരീരം അപ്പാടെ കൂരമ്പുകൾ തറച്ച മുള്ളം പന്നിയെ പോലെയായി. അവിടെ ഉണ്ടായിരുന്ന ശകുനീപുത്രൻ കാളികേയനെ ഒറ്റയടിക്ക് കാലമുരിക്കയച്ചു. ദുശാസനപുത്രൻ ഒരു തേരിൽ നിൽക്കുന്നത് കണ്ട അഭിമന്യു അവന്റെ നേർക്ക് പാഞ്ഞു. രഥം തകർത്ത് ദുശാസിനി ഗദയുമായി താഴേക്ക് ചാടി. അവർ ഇരുവരും കൂടി ഗദായുദ്ധം ആരംഭിച്ചു. വളരെ നേരം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സൗഭദ്രൻ ക്ഷീണിതനായിരുന്നു. എങ്കിലും അവൻ നിർഭയനായി തന്നെ ദുശാസിനിയോട് പോരാടി. പണ്ട് രുദ്രനും അന്തകനും തമ്മിൽ പോരാടിയതുപോലെ ആ സഹോദരപുത്രന്മാർ തമ്മിൽ പരസ്പരം പോരാടി. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നുള്ള ഗദാപ്രഹരം ഏൽക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് 2 പേരും തറയിൽ വീണു. ദുശാസിനി വീണ ഉടൻ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റു. അത്യധ്വാനം കൊണ്ടുള്ള തളർച്ചയും ഗദാപ്രഹരം ഏറ്റതുകൊണ്ടുള്ള വേദനയും കാരണം അഭിമന്യുവിന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ആ തക്കം നോക്കി ദുശാസിനി വീണ്ടും സൗഭദ്രനെ ഗദ കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു. അഭിമന്യു ഊഴിയിൽ വീണ് ഉഴറി അവൻ മരിച്ചു. അനേകം മഹാരഥന്മാരും സഹസ്രക്കണക്കിന് സൈന്യങ്ങളും കൂടി ഒരു ബാലയോദ്ധാവിനെ കൊന്നു. താമരപ്പൊയ്കയിൽ ഇറങ്ങി നീരാടിയ ആനയെ പോലെയാണ് അവൻ പോർക്കളം മുഴുവൻ കലക്കി മറിച്ചത്. ശിലാമനസ്കരായ മാനവർക്ക് പോലും വീരമൃത്യു പാലിച്ചു കിടക്കുന്ന കോമളനായ അഭിമന്യുവിന്റെ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ശത്രുപക്ഷത്ത് നിന്നിരുന്ന പലരുടെയും കണ്ണുകൾ സജലങ്ങളായി. കൗരവ യോദ്ധാക്കളും നേതാക്കന്മാരും ശൂരനായ അഭിമന്യുവിന്റെ ജഡത്തിനു ചുറ്റും വട്ടമിട്ട് നിന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.